തിരുവനന്തപുരം വെള്ളായണിയിൽ ഡേ കെയറിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്ന് 2.5 വയസ്സുകാരൻ. വിജനമായ റോഡിലൂടെയാണ് കുട്ടി നടന്നത്. ഈ മാസം 12-നാണ് സംഭവം. ഡേ കെയർ ജീവനക്കാർക്കെതിരെ ചൈൽഡ് ലൈനും നേമം പോലീസും കേസെടുത്തു. AV ജയശങ്കർ വിവരങ്ങളുമായി ചേർന്നു. ജയശങ്കർ, കൂളായിട്ടങ്ങ് നടന്നുപോയി 2.5 വയസ്സുകാരൻ. അവന് വീട്ടിലേക്കുള്ള വഴിയൊക്കെ എന്തായാലും കൃത്യമായിട്ട് അറിയാം. പക്ഷേ അത് കുറച്ചുകൂടി ഗുരുതര പ്രശ്നമാണ്. കുട്ടി ഇറങ്ങിപ്പോയതും ആ സമയത്തൊന്നും ഈ ഡേ കെയർ അറിഞ്ഞില്ലേ ഇറങ്ങിപ്പോയത്? വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതാണല്ലോ ഡേ കെയറിൽ. ആഷ്മി, വീട്ടുകാർ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. പക്ഷേ അവൻ തക്കം കിട്ടിയപ്പോൾ വീട്ടിലേക്ക് ഓടി. നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ വലിയ ആശങ്കയോടുകൂടിയാണ് വന്നത്. പക്ഷേ നമ്മൾ അങ്കീതിനെ കണ്ടപ്പോൾ അവൻ വളരെ ഹാപ്പിയാണ്. നമ്മോടൊക്കെ വലിയ രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്കീതിൻ്റെ മാതാപിതാക്കളായ സുധീഷും അർച്ചനയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവർ വലിയ പ്രതീക്ഷയോടുകൂടി ജോലിക്ക് പോകുന്നതിനിടയിലാണ് കുട്ടിയെ ഈ ഒരു ഡേ കെയർ സെൻറ്ററിലാക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ വീഴ്ച സംഭവിക്കുകയും കുട്ടി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് ഓടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും മാതാപിതാക്കൾ ആഷ്മി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അന്ന് ഉച്ചയ്ക്കാണ് കുഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടി അവൻ നേരെ ഇവിടെ വന്നു. 1.5 കിലോമീറ്റർ കഴിഞ്ഞ് ഇവിടെ വന്ന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ താഴത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ അവൻ പോയി. അവിടെ ചെന്ന് അവൻ അമ്മയുടെ നെഞ്ചത്തൂടെ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. അതിൽ ഡേ കെയറുകാർക്ക് അബദ്ധം പറ്റി. കാരണം അവർ 4 പേരുണ്ടായിരുന്ന സമയത്ത് 3 പേര് കല്യാണത്തിന് പോയി, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ ഉണ്ടായിരുന്ന സമയത്ത് അവർ വേറെ കുഞ്ഞുങ്ങൾ എന്തോ ടോയ്ലറ്റ് കൊണ്ടുപോകുന്ന സമയത്താണ് കുഞ്ഞ് ഇറങ്ങിപ്പോയത് എന്നാണ് അവർ പറയപ്പെടുന്നത്. നമ്മൾ കണ്ടിട്ടില്ല. അത് നിങ്ങൾ വലിയ സുരക്ഷിതത്വം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെയാണല്ലോ അങ്ങോട്ട് ആക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ചയല്ലേ സംഭവിച്ചത്? അതെ, വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ ഇനി അവിടെ ക്യാമറ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുറ്റുമതിൽ ഒന്നും കൂടെ കെട്ടി ഒരു ഗേറ്റും കൂടെ ഇടും. അതായത് അടുത്തൊരു കുഞ്ഞിന് അങ്ങനെ സംഭവിക്കാത്ത രീതിയിൽ അവർ ചെയ്യുമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ അവിടെ ഉള്ള പാരൻസിൻ്റെ ഒരു പെരുമാറ്റമാണ് നമ്മൾ ഒരുപാട് മാനസികമായിട്ട് തളർത്തിയത്. കാരണം എൻ്റെ കുഞ്ഞിന് വന്നു, അത് അവരുടെ കുഞ്ഞല്ലല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് ആ സമയത്ത് പേരൻസിൻ്റെ പെരുമാറ്റം നടന്നത്. ബാക്കി പള്ളിയിൽ അച്ഛനായിരുന്നാലും ബാക്കിയുള്ളവർ നമുക്ക് ഇതായിട്ട് തന്നെ അവർ കയ്യിൽ നിന്ന് പറ്റിപ്പോയി എന്നുള്ള രീതിയിലെങ്കിലും സംസാരിച്ചു. പാരൻസിൽ ഒരു സ്ത്രീ ചോദിച്ചതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് വീട്ടിൽ ഓടത്തില്ലയോ, വീട്ടിലോടുന്നത് പോലെയാണ് 1.5 കിലോമീറ്റർ കുഞ്ഞ് തനിച്ച് വരുന്നത്. ആ ഒരു രീതിയിലാണ് പാരൻസ് മീറ്റിങ്ങിൽ പാരൻസിൻ്റെ പെരുമാറ്റം. ഞങ്ങൾ അനുകൂലിച്ചത് ഒരേ ഒരു ഫാമിലി മാത്രമാണ് ഞങ്ങൾ അനുകൂലിച്ച് നിന്നത്. ബാക്കി എല്ലാവരും അവരെ ടീച്ചേഴ്സ് വേണം, ഞങ്ങൾക്ക് ആ സ്കൂളിൽ തന്നെ വീണ്ടും തുടർന്ന് പോകണം. ഞങ്ങൾക്ക് സ്കൂളിൽ തുടർന്ന് പോകുന്നതിൽ ഒരു പരാതിയില്ലായിരുന്നു. അതായത് വീഴ്ച വരുത്തിയ ടീച്ചേഴ്സിനെ പുറത്താക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, ചൈൽഡ് ലൈൻ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ഈ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു നിലപാട്? അവർ പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യം ആ ടീച്ചേഴ്സിനെ മാറ്റി ബാക്കിയുള്ളവർ നടത്തണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് അവർ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിന് കുറച്ചുകൂടെ സുരക്ഷ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ കുഞ്ഞിന് എന്തായിരുന്നാലും അവിടെ വിടുന്നില്ല, ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇനി ഇതുപോലെ പറ്റരുത്. അതുപോലെ ഇവിടെയുള്ള ജനങ്ങൾ വളരെ അങ്ങനെ ഒരു 2.5 വയസ്സുള്ള കുഞ്ഞ് നടന്നു വന്നിട്ട് പോലും റോഡിൽ ആരും അതിനെ എടുക്കുകയോ, ഇത്രയും ചെറിയ കുഞ്ഞാണ് വരുന്നത്, ഒരാൾ കണ്ടു എന്ന് പറയുന്നു, കണ്ടവൻ കരഞ്ഞുകൊണ്ട് ഓടുന്നത് കണ്ടു എന്ന് പറയുന്നു, എന്നിട്ട് പോലും അവർ ആ കുഞ്ഞിനെ എടുത്തിട്ടില്ല. അതിലൊക്കെയാണ് ഞങ്ങൾക്ക് മാനസികമായിട്ട് വളരെ വിഷമമുണ്ടായത്. ആഷ്മി, ഈ അമ്മ നമ്മളോട് പറയുന്നത് ഈ കുഞ്ഞ് ഇത്രയും ദൂരം നടന്നു വരുന്നത് നാട്ടുകാരെല്ലാം കണ്ടു, പക്ഷെ ആരും കുഞ്ഞിനെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഒപ്പം ഡേ കെയറുകാർ ശ്രദ്ധ നൽകിയില്ല. വലിയ പ്രതീക്ഷയോടുകൂടി കുഞ്ഞ് സുരക്ഷിതമായിരിക്കുമെന്ന ഒരു കാര്യത്തിലാണ് അവിടെ ആക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു കരുതൽ കിട്ടിയില്ല. ഒപ്പം അവിടുത്തെ മറ്റ് കുട്ടികളുടെ രക്ഷിതാക്കളും വലിയ നല്ലൊരു സമീപനം സ്വീകരിച്ചില്ല എന്ന ഒരു ആക്ഷേപവും ഇവർക്കുണ്ട്. എന്തായാലും ആ ഡേ കെയറിലെ ജീവനക്കാർക്കെതിരെ ഒരു നടപടി എന്നതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇത്തരത്തിൽ ഇനി ഒരു കുഞ്ഞിനും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നും ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ആ കുഞ്ഞിൻ്റെ ഒരു മിടുക്ക് കൊണ്ട്, ഇല്ലെങ്കിൽ അവൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഒരു കുഴപ്പവും പറ്റാതെ അവൻ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയത്. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മോടെല്ലാം വലിയ തോതിൽ സംസാരിക്കുകയും നമ്മുടെ മൈക്കിൻ്റെ പിന്നാലെ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. എന്തായാലും വലിയൊരു വീഴ്ചയാണ്. കുട്ടികൾക്ക് വലിയ സുരക്ഷിതത്വം ഒരുക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ഇപ്പോൾ ഡേ കെയറിൽ കുഞ്ഞുങ്ങളെ വിടുന്ന അവസ്ഥകളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും മറ്റു വഴിയില്ലാതായിരിക്കും ഡേ കെയറിൽ കൊണ്ട് ഏൽപ്പിക്കുക. കാര്യം അച്ഛനമ്മയും ജോലിക്ക് പോവുക, വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമേ ഡേ കെയറിൽ കുഞ്ഞിനെ കൊണ്ട് വിടുകയുള്ളൂ. മിക്ക കുഞ്ഞുങ്ങൾക്ക് ഡേ കെയറിൽ പോയി വീട്ടിൽ അച്ഛനമ്മയുടെ കൂടെ നിൽക്കുന്നതിന് അവിടെ പോയി നിൽക്കുന്ന ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളുണ്ടാവില്ല. പിന്നെ അവിടെ എത്ര കളി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡേ കെയർ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഉറപ്പായും ഡേ കെയർ ജീവനക്കാർക്ക് അവരുടെ ഉത്തരവാദിത്തം അങ്ങനെയുണ്ട്. മാത്രമല്ല ഫ്രീ ആയിട്ടല്ല, ഫീസ് കൊടുത്തിട്ടാണല്ലോ. ഫീസ് എന്ന് പറയുന്നത് അതുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പൊടിക്കുഞ്ഞിന് എന്തായാലും അതിൻ്റെ ഗൗരവം അറിയില്ല. 2.5 വയസ്സെന്ന് പറയുന്നത് ഒന്നാമത് കുസൃതിയുടെ പ്രായമാണ്. സമയം കിട്ടിയ ചാടി ഓടും. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണ് ഏൽപ്പിക്കുന്നത്.